എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തന പുസ്തകത്തിലെ യൂണിറ്റ് 10 സിംഹരാജനും മാൻകുഞ്ഞും എന്ന പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയ്ക്കൊന്ന് ഹൈപ്പ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ പാഠഭാഗത്തിലേക്ക് പോകാം മക്കളെ. പ്രവർത്തനം 10.1 ചോദ്യങ്ങൾ കണ്ടെത്താം. സിംഹരാജനും മാൻകുഞ്ഞും കഥ വായിച്ചല്ലോ. കഥയിൽ നിന്നും നിങ്ങൾ കണ്ടെത്തിയ ചോദ്യങ്ങൾ താഴെ എഴുതൂ. ചോദ്യം 1. സിംഹത്തിൻ്റെ എന്തു സൂത്രമാണ് കുറുക്കന് പിടികിട്ടിയത്? ചോദ്യം 2. കുറുക്കൻ സിംഹത്തെ പിന്തുണച്ച് പറഞ്ഞത് എന്താണ്? ചോദ്യം 3. നായാട്ടിന് ഇറങ്ങിയ സിംഹത്തിൻ്റെയും കൂട്ടരുടെയും കണ്ണിൽ ആദ്യം പെട്ടത് ആരായിരുന്നു? ചോദ്യം 4. മാൻകുഞ്ഞിനെ കണ്ട പുലി എന്താണ് പറഞ്ഞത്? ചോദ്യം 5. വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിക്കാൻ കാരണമെന്ത്? ചോദ്യം 6. നീ ഞങ്ങളുടെ ഇരയാണ്, ഞങ്ങൾക്ക് വിശന്നത് കൊണ്ടല്ലേ നിന്നെ പിടിച്ചത്, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ചോദ്യം 7. ഇതിന് തിന്നാൻ വല്ലതും കൊണ്ടുവരൂ എന്ന് സിംഹരാജൻ കൽപ്പിക്കാൻ കാരണമെന്ത്? ചോദ്യം 8. മാൻകുഞ്ഞ് കരഞ്ഞത് എന്തിനാണ്? ചോദ്യം 9. കടുവയും ചെന്നായയും മാൻകുഞ്ഞിന് തിന്നാൻ എന്താണ് കൊണ്ടുവന്ന് നൽകിയത്? ചോദ്യം 10. ചീഞ്ഞയിറച്ചി മണത്ത മാൻകുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? ചോദ്യം 11. മാൻകുഞ്ഞിന് ഇളംപുല്ല് പറിച്ചു നൽകിയത് ആരാണ്? ചോദ്യം 12. എന്തെല്ലാം കഴിച്ചാണ് മാൻകുഞ്ഞ് വയറു നിറച്ചത്? ചോദ്യം 13. വയറ് നിറഞ്ഞതിനു ശേഷം മാൻകുഞ്ഞ് വീണ്ടും കരഞ്ഞത് എന്തിനായിരുന്നു? ചോദ്യം 14. സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കാൻ കാരണമെന്ത്? ചോദ്യം 15. സിംഹരാജന് മാൻകുഞ്ഞിനോട് സ്നേഹം തോന്നിയത് എപ്പോഴാണ്? മക്കളെ, സിംഹരാജനും മാൻകുഞ്ഞും എന്ന പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ കഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവർത്തനം 10.2 വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം, പേരെഴുതാം. മക്കളെ, നിങ്ങൾ 1ാം ക്ലാസ്സിലൊക്കെ വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വിരൽ ചിത്രം തയ്യാറാക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ടീച്ചർ ഇവിടെ മാതൃക തന്നിട്ടുണ്ട്. ഇത് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള മാതൃകകളാണ്. അപ്പോൾ മക്കളെ, ഇതുപോലെയോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവികളുടെയോ പച്ചക്കറികളുടെയോ പഴങ്ങളുടെയോ വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കുക. പ്രവർത്തനം 10.3 കണ്ടെത്താം, എഴുതാം. കഥയിലെ മാൻകുഞ്ഞിനെ കുറിച്ച് എഴുതാം, നിറം നൽകാം. അപ്പോൾ മാൻകുഞ്ഞിനെ കുറിച്ച് എഴുതാം മക്കളെ. ഇളം മഞ്ഞ നിറത്തിൽ നനുനനുത്ത രോമങ്ങൾ. നനുനനുത്ത രോമങ്ങൾ എന്ന് പറയുന്നത് വളരെ മൃദുവായ രോമങ്ങൾ എന്നാണ്. ദേഹത്ത് കറുത്ത പൊട്ടുകൾ പോലെ പുള്ളികൾ. സുന്ദരമായ വിടർന്ന കണ്ണുകൾ. കൊമ്പുകൾ മുളച്ചു വരുന്നതേയുള്ളൂ. കാണാൻ നല്ല ചന്തമുള്ളൊരു പുള്ളിമാൻ. മക്കളെ, മാനിനെ കുറിച്ച് എഴുതിയതിന് ശേഷം മാനിന് നിറം നൽകണേ. പ്രവർത്തനം 10.4 തരംതിരിച്ചെഴുതാം. മന്ദാരക്കാട്ടിൽ എത്തിയ ജീവികളെ കണ്ടല്ലോ. മറ്റാരൊക്കെ ഉത്സവം കൂടാൻ വന്നിട്ടുണ്ടാകും? ജീവികളെ തരംതിരിച്ചെഴുതാം. നടക്കുന്നവർ: കുരങ്ങ്, കരടി, ആന, പോത്ത്, ജിറാഫ്, സീബ്ര, സിംഹം, കടുവ, കുറുക്കൻ. നോക്കൂ മക്കളെ, അടുത്ത കോളത്തിൽ പാമ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാമ്പ് ഇഴയുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് മുകളിൽ എങ്ങനെ എഴുതാം? ഇഴയുന്നവർ ഏതൊക്കെയാ? പാമ്പ്, പഴുതാര, അട്ട, ആമ, മുതല, ഒച്ച്, ഓന്ത്, അരണ. അടുത്ത കോളത്തിൽ നോക്കൂ, പരുന്ത് എന്ന് എഴുതിയിട്ടുണ്ട്. പരുന്ത് പറക്കുന്നതാണ് അല്ലേ? പറക്കുന്ന ജീവിയാണ് പരുന്ത്. അപ്പോൾ മുകളിൽ എങ്ങനെ വരും? പറക്കുന്നവർ. പറക്കുന്നവരിൽ വരുന്നത് പരുന്ത്, കാക്ക, പ്രാവ്, തത്ത, മയിൽ, കുയിൽ, കുരുവി, മൈന. അടുത്ത പ്രവർത്തനം 10.5 ജീവികളെ തരംതിരിക്കാം. ഭക്ഷണം തയ്യാറാണ്. മാംസം കഴിക്കുന്നവരും സസ്യം കഴിക്കുന്നവരും വെവ്വേറെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കേണ്ടതാണ്.
എങ്ങനെയായിരിക്കും ജീവികൾ ഇരുന്നിട്ടുണ്ടാവുക? തരംതിരിച്ച് എഴുതാം. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ മാംസം കഴിക്കുന്നവർ, രണ്ടാമത്തെ കോളത്തിൽ സസ്യം കഴിക്കുന്നവർ, മൂന്നാമത്തെ കോളത്തിൽ സസ്യവും മാംസവും കഴിക്കുന്നവർ. ആദ്യത്തെ കോളത്തിൽ വരുന്നത് മാംസം കഴിക്കുന്നവർ. കടുവ, സിംഹം, പുലി, കുറുക്കൻ, ചെന്നായ ഈ ജീവികൾ മാംസം മാത്രമേ കഴിക്കുകയുള്ളൂ. രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് സസ്യം കഴിക്കുന്നവർ. ആന, പശു, മുയൽ, എരുമ, പോത്ത്, ആട്, മാൻ ഈ ജീവികൾ സസ്യം മാത്രമേ കഴിക്കുകയുള്ളൂ. മൂന്നാമത്തെ കോളത്തിൽ സസ്യവും മാംസവും കഴിക്കുന്നവർ. കരടി, പന്നി, കാക്ക, കോഴി, പൂച്ച, നായ, മനുഷ്യൻ. പ്രവർത്തനം 10.6 പദപ്രശ്നം. വലത്തോട്ട്. പാറ പോലെ വയറുണ്ട്, തൂണുപോലെ കാലുണ്ട്, ചൂലുപോലെ വാലുണ്ട്, മുറം പോലെ ചെവിയുണ്ട്. ഉത്തരമേതാ? ആന. ഈ ഉത്തരം വലത്തോട്ടാണ് എഴുതേണ്ടത്. എഴുതാം. ആന. ചോദ്യം 2. മുറുക്കി ചുവപ്പിച്ച മുത്തശ്ശി, പച്ചയുടുപ്പിട്ട മുത്തശ്ശി, കതിരുകൾ കൊത്തും മുത്തശ്ശി, കൊഞ്ചിപ്പറയും മുത്തശ്ശി ആരാണ്? ഉത്തരം തത്ത. 2 എന്ന് നമ്പർ കിടക്കുന്നിടത്ത് വലത്തോട്ട് തത്ത എന്ന് എഴുതുക. വലത്തോട്ട് എഴുതേണ്ടതിൽ 3. കറുത്ത വരയൻ കുപ്പായം, മഞ്ഞക്കുപ്പായം, നീണ്ടൊരു വാലും വലിയൊരു തലയും, നീണ്ടു നിവർന്നു വരുന്നൊരു വീരൻ, പൂച്ചയിൽ ഏറ്റവും വലിയവനെന്നാൽ പൂച്ചയല്ലിവൻ ആരാവാം? ഉത്തരം കടുവ. 3 എന്ന നമ്പർ വരുന്ന കണ്ടോ? അവിടെ നിന്ന് വലത്തോട്ട് കടുവ എന്ന് എഴുതുക. ചോദ്യം 4. പൂവുകൾ തോറും മൂളി നടക്കും, തേൻ കുടിക്കും ഞാനാര്? ആരാണ്? ഉത്തരം വണ്ട്. നോക്കുമക്കളെ, നമ്മൾ നേരത്തെ കടുവ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അവിടെ വാ എന്ന് ഉണ്ട് അല്ലേ? കടുവയുടെ വാ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് വാ അവിടെ എഴുതണ്ട, ഉണ്ട് എന്ന് മാത്രം എഴുതി ചേർത്താൽ മതി. 5ാമത്തെ ചോദ്യം നോക്കൂ. ചില്ലകൾ തോറും ചാടും ഞാൻ, ചിൽ ചിൽ പാടി നടക്കും ഞാൻ. ഉത്തരമേതാ? ഉത്തരം അണ്ണാൻ. 5 എന്ന നമ്പർ കിടക്കുന്ന കണ്ടോ? അവിടെ അണ്ണാൻ എന്ന് വലത്തോട്ട് എഴുതുക. ഇനി വരുന്നത് താഴോട്ട് എഴുതാനാണ്. 1. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ഉത്തരമേതാ? ഉത്തരം ആമ. നോക്കൂ മക്കളെ, അവിടെ ആ നമ്മൾ നേരത്തെ എഴുതി. അപ്പോൾ നമുക്ക് താഴെ ഇനി മാ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ആമയായി. ഇങ്ങനെയാണ് താഴോട്ട് എഴുതാൻ പറയുമ്പോൾ എഴുതേണ്ടത്. അടുത്ത് താഴോട്ട് ഉത്തരം എഴുതേണ്ടതിൻ്റെ 2ാമത്തെ ചോദ്യം. കരയിലുമുണ്ടൊരു വീട്, നീരിലുമുണ്ടൊരു വീട്, വീടുകൾ തോറും ചാടി നടക്കും, പേക്രോം പേക്രോം ഞാനാര്? ഉത്തരമേതാ? ഉത്തരം തവള. നോക്കൂ മക്കളെ, ഇവിടെ 2ാമത്തെ ക്വസ്റ്റ്യനിൽ തവള താഴോട്ട് എഴുതണം. അവിടെ തായും വായുമുണ്ട്. അപ്പോൾ നമുക്ക് ള മാത്രം താഴെ എഴുതിയാൽ മതിയാകും. ചോദ്യം 3. തേനിൻ കൂടുകൾ തേടി നടക്കും കറുത്ത കമ്പിളി കുപ്പായക്കാരൻ. ഉത്തരമേതാ? കരടി. നോക്കൂ മക്കളെ, നമ്മൾ നേരത്തെ വലത്തോട്ട് കടുവയെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ക അവിടെ ഉണ്ട്. അപ്പം രായും ഡിയും മാത്രം താഴെ എഴുതിയാൽ മതിയാകും. അപ്പോൾ കരടിയാകും. ചോദ്യം 6. കൊമ്പൻ കാള ഇഴഞ്ഞു വരുന്നു, പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല. ഉത്തരമേതാ? ഉത്തരം ഒച്ച്. 6 എന്ന നമ്പറിന് താഴെയായിട്ട് ഒച്ച് എന്നെഴുതുക. ചോദ്യം 7. തുള്ളിച്ചാടി നടക്കും ഞാൻ, ചില്ലകൾ പോലെ കൊമ്പുണ്ട്, പുല്ലാണെന്നുടെ ആഹാരം, ഞാൻ ആരെന്നത് പറയാമോ? ഉത്തരം മാൻ. പ്രവർത്തനം 10.7 പാടി രസിക്കാം. കുഞ്ഞൻ മത്തി കരഞ്ഞു അമ്മേ, കുറ്റപ്പേരു വിളിച്ചെന്നെ, ആരു വിളിച്ചു കുറ്റപ്പേര്, ഞണ്ടിൻ കുഞ്ഞു വിളിച്ചമ്മേ, എന്തു വിളിച്ചു കുറ്റപ്പേര്, ശശമെന്നെന്നെ വിളിക്കുന്നു, കുഞ്ഞനെ അമ്മ ചിറകിൽ ചേർത്ത് ഉമ്മ കൊടുത്തു ചിരിച്ചല്ലോ, ശശമെന്നാലതു കുറ്റപ്പേരല്ലെന്നറിയണം കുഞ്ഞുങ്ങൾ, ശശവും മീനും മത്സ്യവുമെല്ലാം നമ്മുടെ പേരാണെന്നറിയില്ലേ? കവിത വായിച്ചല്ലോ. കവിതയിലെ സന്ദർഭം സംഭാഷണ രൂപത്തിലാക്കാം. അമ്മ മീൻ. കുഞ്ഞേ, നീ എന്തിനാ കരയുന്നത്? കുഞ്ഞുമീൻ. അമ്മേ, എന്നെ കുറ്റപ്പേര് വിളിച്ചു. അമ്മ മീൻ.
ആരാ കുറ്റപ്പേര് വിളിച്ചത്? മക്കളെ, ഇവിടെ കുറ്റപ്പേര് എന്ന് പറയുന്നത് എന്താ? വട്ടപ്പേരെന്ന് പറയത്തില്ലേ? അതാണ് ഇവിടെ കുറ്റപ്പേരെന്ന് പറയുന്നത്. മക്കളെ, ഇനി ഇവിടെ കുഞ്ഞുമീനിന്റെ ചിത്രം വരച്ചു നൽകണം. ഇനി കുഞ്ഞുമീൻ പറഞ്ഞ കാര്യം എഴുതുകയും വേണം. എന്താ എഴുതേണ്ടത്? അമ്മ മീന് ചോദിച്ചില്ലേ ആരാ കുറ്റപ്പേര് വിളിച്ചത്? അതിന് മറുപടി എന്ത് പറയണം? ഞണ്ടിൻ കുഞ്ഞാണ് വിളിച്ചത് എന്ന് അവിടെ എഴുതണം. മക്കളെ, ഇനി അടുത്ത് വരേണ്ടത് അമ്മ മീനിന്റെ ചിത്രമാണ്. അമ്മ മീനിന്റെ ചിത്രം അവിടെ വരച്ചു നൽകുക. അമ്മ മീൻ കുഞ്ഞുമീൻ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് എന്തായിരിക്കും ചോദിക്കുക? എന്താണ് വിളിച്ചത് എന്നായിരിക്കും. കുഞ്ഞുമീൻ മറുപടി പറയുകയാണ്, ശശമെന്ന് വിളിച്ചു. അമ്മ മീൻ, അത് കുറ്റപ്പേരല്ല കുഞ്ഞേ, നമ്മുടെ പേര് തന്നെയാ. മീനിൻ്റെ പകരം പദങ്ങൾ ശശം, മത്സ്യം. ഇതോടുകൂടി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. ഈ പാഠത്തിൻ്റെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുതേ. വേണമെങ്കിൽ ഹൈപ്പ് കൂടെ ചെയ്തേക്കൂ.